സെനറ്റ് ഹാള് RSSൻ്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്താൻ സ്വാഭാവികമായിട്ടും പാടില്ല, തെറ്റാണ്. അപ്പോൾ അത് വിലക്കിയതിൻ്റെ പേരിലുള്ള സസ്പെൻഷന് അത് ശരിയല്ല. ബട്ട് RSSൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ വിവാദത്തിൽ ഒരു കാര്യം ഒരു തുടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്ന്, ഈ സമിതി ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ഈ പത്മനാഭസ്വാമി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ടൊരു ബന്ധമില്ല. അവരൊരു സ്വകാര്യ സ്ഥാപനം ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു യൂണിവേഴ്സിറ്റി. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ എങ്കിലും ആ ചിത്രം വെച്ച് പരിപാടി നടത്തിയത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇത് പരിപാടി നടത്തരുത് എന്ന് രജിസ്ട്രാർ പറയാനുള്ള കാരണം. അതിൻ്റെ പേരിലുള്ള സസ്പെൻഷൻ ശരിയല്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പക്ഷേ കോടതിയിൽ സമീപിച്ചാൽ അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടും. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഈ കാര്യത്തിൽ RSSനെ വെള്ളപൂശുന്ന ഈ പത്മസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല. അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാടാണ്. ഈ VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള നിയമമുണ്ടെങ്കിൽ അല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അത് ഒരു പക്ഷേ കോടതിയിൽ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും സസ്പെൻഡ് ചെയ്ത നടപടി ശരിയല്ല. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തതിനോട് യോജിക്കാൻ നിർത്തിയില്ല. ഈ VCയുടെ പ്രവർത്തനങ്ങൾ VC ആ ചെയ്യാൻ പാടില്ല. കാരണം VC എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അഡീഷണൽ ചുമതലയാണ്. അഡീഷണൽ ചുമതലയുള്ളൊരു വൈസ് ചാൻസലർ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റി റൂളുകൾ പരിപാലിക്കേണ്ട ആളാണ്. അതാണല്ലോ ഫൈനൽ അതോറിറ്റി. അദ്ദേഹമാണ് ചാൻസലർ കഴിഞ്ഞാൽ പ്രോ ചാൻസലർ ഉണ്ടെങ്കിൽ പോലും വൈസ് ചാൻസലറാണ് ശരിക്കും പറഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിർദ്ദേശിച്ചിട്ട് കാണുക. ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം. പക്ഷേ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനം എടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഒരിക്കലും ഒരു ബാക്ക് ഡോർ എൻട്രി നടത്താൻ BJPയെ അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഈ VC സ്വമേധയാ എടുത്ത തീരുമാനമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ ഈ രാജ്ഭവനിൽ നിന്നോ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ സംശയിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീ രാജേന്ദ്ര അലേക്കർ ഇവിടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല, BJPയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും ഉണ്ട്, BJP സ്റ്റേറ്റിലൊക്കെ അതുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാവില്ല കേരളത്തിൽ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ സേവാ സമിതിക്കാരോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടത്? ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനുള്ളതാണോ സെനറ്റ് ഹോൾ? അതിന് പകരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? ആ സേവാ സമിതിയാണ് റൂൾ ലംഘിച്ചിട്ടുള്ളത്. അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? ഈ ഡോക്ടർ ഹാരിസിൻ്റെ ചട്ടലംഘനമാണ്, പക്ഷെ നടപടി വേണ്ട എന്നാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് പോയിരിക്കുന്നത്. അല്ല, ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടെ ചോദിക്കുക? മന്ത്രിയോടല്ല, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനോടാണ് ചോദിക്കുക. ആ നിലയ്ക്കാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്നൊരു ചാനലിൽ ഞാൻ വാർത്ത കണ്ടു. ഞാൻ എൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ല. കോഴിക്കോട് ഒരു 65 വയസ്സുള്ള ഒരു പത്രം വിറ്റ് നടക്കുന്ന ഒരാളെ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ശസ്ത്രക്രിയ നടത്താനുള്ള എക്യുപ്മെൻറ്റ്സ് വരെ 65 വയസ്സുള്ള പത്രവിൽപ്പനക്കാരനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഈ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ?
അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ AR മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്തൊരു വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻറ്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല, കാരണം ഇവിടെ തർക്കം ഞങ്ങൾ തമ്മിലല്ലല്ലോ. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഡോക്ടർ ഹാരിസിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. പിന്നെ മന്ത്രിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അതായത് മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്തിനാ പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? എന്തിനാ? അവർക്ക് അവിടെ പോകാൻ കഴിയൂ. അവർ കാരണം സ്വകാര്യ ആശുപത്രിയിൽ നല്ല സേവനമുണ്ട്, പക്ഷേ അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരു കോട്ട മാത്രം മാറ്റി വയ്ക്കുക. ഒരു കോട്ട അവർക്കുണ്ട്, പക്ഷേ അതിനപ്പുറം അവർ ചെയ്യില്ല. കാരണം അവർക്ക് ഡോക്ടർമാർക്ക് അവർ പറയുന്നത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ടതെന്നാണ് അവർ പറയുന്നതിൽ ശരിയുണ്ട്. അവർ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോവും, നമുക്കതിനെ കുറ്റം പറഞ്ഞുകൂടാ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളൊരു രോഗി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ മഞ്ഞക്കാടിന് പോലും വിലയില്ലാത്ത അവസ്ഥയാണ്.